ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല, എൻ്റെ വോയിസ് മാറ്റണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനൊക്കും? എനിക്കുള്ള സൗണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ മൈക്കില്ലാതെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്കുമുള്ള ചായ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ചായക്ക് മുമ്പേ ഒരു ഗ്ലാസ് ചിയാ സീഡാണ് കുടിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കും. അപ്പോഴേക്ക് എൻ്റെ കുഞ്ഞാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവളെയും കൈ വെച്ചുകൊണ്ടിരുന്ന് അവളോടും വർത്താനം പറഞ്ഞ് ചിയാ സീഡും കുടിച്ച് അങ്ങനെ രാവിലെ ഞാനിന്ന് എൻ്റെ വീട് വരെ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനും മോക്കും അപ്പോൾ എനിക്കും പുറത്തോട്ട് ഇറങ്ങണം. രാവിലത്തെ കാപ്പിക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. ചായയും കുടിച്ച് കാപ്പിയും കഴിച്ച് പിന്നെ അച്ഛനെ യാത്രയാക്കി. മോളുടെ സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പോൾ അവളെ അംഗനവാടിയിലാക്കി വെച്ച് എനിക്ക് വീട്ടിലോട്ട് പോകാനാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും റെഡി ആയിക്കൊണ്ട് നിൽക്കുക. അവൾ ക്യാമറ ഓണാക്കിയപ്പോൾ വന്നിരുന്ന് ഡാൻസ് കളിക്കുവാണ്. അങ്ങനെ വീടും പൂട്ടി ഞങ്ങൾ രണ്ടാളും പുറത്തോട്ട് ഇറങ്ങി. മോളെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ നേരെ അമ്മയുടെ കടയിലോട്ടാണ് ചെന്നത്. അവിടെ ചെന്നിറങ്ങിയ ഉടനെ അമ്മ എനിക്ക് വെള്ളവും കഴിക്കാൻ മുട്ടായി അതും ഇതും എല്ലാം തന്നു. ഞാനെല്ലാം കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സൗണ്ടിന് വീണ്ടും വ്യത്യാസം വന്നു. എന്ത് ചെയ്യാനൊക്കും? ഞാൻ എത്ര പറഞ്ഞാലും അങ്ങനെ അവസാനം വന്നെത്തും. അമ്മയോട് ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിൽ വന്നപ്പോൾ നല്ല തണുത്ത വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചേ. പിന്നെ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് ഓക്കെ ബിരിയാണി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതും പൊട്ടിച്ച് കഴിച്ചേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് കഴിപ്പ് മാത്രമേ ഉള്ളെന്ന്. ഞാൻ അങ്ങനെയാണ് കൈസ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കണം. ഉച്ചക്കലത്തേക്ക് ചോറും മീൻകറിയും മീൻ വറുത്തതും മെഴുക്കുവരട്ടിയും രസമായിരുന്നു. രസം ഞാൻ എടുത്തില്ല, എനിക്കിഷ്ടമല്ല. ഊണെല്ലാം കഴിച്ച് ഞാൻ പിന്നെ തിരിച്ച് അമ്മയെടുക്ക കയറി ഒരു സ്പ്രൈറ്റും വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് വന്നത്. പിന്നെ മോളെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് സ്പ്രൈറ്റും പൊട്ടിച്ച് ഞാനും അവളും ഓരോ ഗ്ലാസ് കുടിച്ചേ. വീട്ടിൽ വന്നതിന് ശേഷം മോളെ മേലും കഴുകി ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഞാൻ മുഖവും കഴുകിയിട്ട് ഞങ്ങൾ രണ്ടാളും കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ സീ യു.